പേട്രിയറ്റ് മെയ് 1 വേൾഡ് വൈഡ് റിലീസാണ്. 18 വർഷത്തിന് ശേഷം നമ്മുടെ സ്വന്തം മമ്മൂട്ടിയും നമ്മുടെ സ്വന്തം മോഹൻലാലും ലാലേട്ടനും ഒന്നിക്കുന്ന ചിത്രം എന്നുള്ള പ്രത്യേകത. ഇതിന്റെ ഇന്നലെ, അതായത് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഏപ്രിൽ 23 ഇതിന്റെ ലെജൻഡ്സ് ഹാങ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാറ്റ് ഷോ നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കാണത്തില്ല. മമ്മൂട്ടി, മോഹൻലാലും, കുഞ്ചാക്കോവനും, ഫഹദ് ഫാസിലും, മഹേഷ് നാരായണനും, സുശീഷ് ശ്യാമും, പ്രകാശ് വർമ്മയാണ് ഇതിന്റെ ആങ്കറായിട്ട്. എൻ്റെ അമ്മു അടിപൊളി. തുടരൻ്റെ ആ SI ജോർജിന്റെ CI ജോർജിന്റെ സൗണ്ട് അതുപോലെ നമുക്ക് കേൾക്കാൻ നല്ല രസമായിട്ട്. സൗണ്ടിലൊക്കെ അസാധാരണ ക്വാളിറ്റി ഉള്ള ഒരു നടനാണ് നമുക്ക് ഫീൽ ചെയ്യും ഈ പ്രകാശ് വർമ്മ. കാരണം NF വർഗീസിന്റെ ഒക്കെ കൂട്ടൊരു നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരാൾ. നല്ല രസമായിട്ട് നമുക്ക് 52 മിനിറ്റ് ഉണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിനകത്ത് എപ്പിസോഡ്. 52 മിനിറ്റ് നമ്മൾ ഒറ്റ സ്ട്രെച്ച് നമ്മൾ കണ്ടു തീർന്നുള്ളൂ. കാരണം നല്ല രസമാണ്, നല്ല തമാശ രൂപേണ ഇങ്ങനെ പോകുന്നു. നമുക്ക് ഫുൾ ടൈം മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എന്ത് രസമായിട്ട് സംസാരിച്ചിരിക്കുന്നു. ഫഹദ് ഫാസിലൊന്നും ഒരു രക്ഷയില്ല. ഫഹദ് ഫാസിൽ, മഹേഷ് നാരായൺ, കുഞ്ചാക്കോവൻ എല്ലാവരും അതിനകത്തൊരു സിനിമ എങ്ങനെയാണോ അതുപോലെ നമുക്ക് 52 മിനിറ്റ് ഉള്ളൊരു സിനിമ കാണുന്ന പോലാണ് നമുക്ക് എഫക്ട് ചെയ്തത്. ഒരു ലാഗും ഇല്ലാത്തൊരു സിനിമ കാണുന്ന പോലെ നല്ല രസമായിട്ടുണ്ട്. 56ാമത്തെ സിനിമയാണ് മമ്മൂട്ടി മോഹൻലാൽ. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ രണ്ട് സൂപ്പർ താരങ്ങളെക്കാട്ടിൽ 2 സൂപ്പർ നടന്മാര് ഒന്നിച്ച് അഭിനയിച്ചേക്കുന്ന ഇത്രയധികം സിനിമകൾ കാണത്തില്ലെന്നുള്ളത് ഉറപ്പാണ്. മമ്മൂട്ടി ലാസ്റ്റ് പറഞ്ഞു വെക്കുന്നുണ്ട്, ഇനിയും ആകാം, ഇങ്ങനെയുള്ള സിനിമകൾ ഇനിയും വരും എന്നുള്ള ഉറപ്പാണ്. ഇനിയും വരാൻ ചാൻസ് വളരെ 99% വളരെ ചാൻസ് കൂടുതലുമാണ്. എന്തായാലും ഇവർ രണ്ടുപേരും ഒരുമിക്കുന്ന ജിയോ ഹോട്ട്സ്റ്റാറിനകത്ത് തകർത്തിട്ടുണ്ട്. ഇനി സിനിമ ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് എൻ്റെ കണ്ടന്റ് അനുസരിച്ച് 3 മണിക്കൂർ താഴെയുണ്ട് സിനിമ. അല്ല, അടിപൊളിയായിട്ട് വന്നാൽ ഇതൊരു തകർക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട.